വർഷം AD 1-ാം നൂറ്റാണ്ട്. രാത്രിയുടെ ഇരുളിൽ അറബിക്കടലിലൂടെ ലക്ഷ്യസ്ഥാനം തേടി നീങ്ങുന്ന കൂറ്റൻ റോമൻ കപ്പലുകൾ. അറകൾ നിറയെ സ്വർണ്ണ നാണയങ്ങളുമായി അവർ തേടി വന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സുവർണ നഗരത്തെയായിരുന്നു. മാസങ്ങൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ അവർ ആ തീരമണഞ്ഞു. റോമാക്കാരും ഗ്രീക്കുകാരും ചൈനക്കാരുമെല്ലാം നങ്കൂരമിട്ടിരിക്കുന്ന ഒരു മഹാനഗരം. ഇന്നത്തെ ദുബായിയെയോ ന്യൂയോർക്കിനെയോ വെല്ലുന്ന, ലോകം മുഴുവൻ അസൂയയോടെ നോക്കിക്കണ്ടിരുന്ന ആ ഗ്ലോബൽ സിറ്റി മറ്റെവിടെയുമല്ലായിരുന്നു. അത് നമ്മുടെ സ്വന്തം കേരളത്തിലായിരുന്നു. മുസിരിസ് എന്ന് ലോകം വിളിച്ചിരുന്ന ആ നഗരത്തെ തേടി ലോകത്തിലെ സകല സമ്പത്തും കേരളത്തിലേക്ക് ഒഴുകിയെത്തി. എന്നാൽ പെട്ടെന്നൊരു ദിവസം ആ സുവർണ നഗരം ഭൂമുഖത്ത് നിന്നും പൂർണ്ണമായും അപ്രത്യക്ഷമായി. വെൽക്കം ടു തെക്കിനി ഫാക്ട്സ്. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഒരൊറ്റ രാത്രി കൊണ്ട് കടലെടുത്തുപോയ മുസിരിസ് എന്ന മഹാനഗരത്തിന്റെ ചുരുളഴിയാത്ത രഹസ്യങ്ങളാണ്. കുരുമുളകിനെ കറുത്ത സ്വർണമെന്ന് ലോകം വിളിച്ചിരുന്ന കാലം. അന്നത്തെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മാംസം കേടുകൂടാതെ സൂക്ഷിക്കാൻ കുരുമുളക് കൂടിയേ തീരൂ എന്ന അവസ്ഥയായിരുന്നു. ഈ കുരുമുളകിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ കലവറയായിരുന്നു കേരളം. അന്ന് സ്വർണവും വൈനും നിറച്ച കൂറ്റൻ കപ്പലുകൾ കേരളത്തിലെത്തി പകരം കുരുമുളകും മുത്തുകളും കയറ്റിക്കൊണ്ടുപോയിരുന്നു. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള മനുഷ്യർ, വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ എല്ലാവരും ഒത്തുചേർന്ന ഒരു മൾട്ടി നാഷണൽ ഹബ്ബ്. വിയന്നയിലെ ഒരു മ്യൂസിയത്തിൽ ഇന്നും സൂക്ഷിച്ചിരിക്കുന്ന 2000 വർഷം പഴക്കമുള്ള മുസിരിസ് പാപ്പിറസ് എന്ന രേഖ ഇതിനൊരു വലിയ തെളിവാണ്. ഒരു റോമൻ വ്യാപാരിയും മുസിരിസിലെ വ്യാപാരിയും തമ്മിലുള്ള കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് കരാറാണത്. റോമാക്കാർ തങ്ങളുടെ സുരക്ഷയ്ക്കായി അവിടെ അഗസ്റ്റസ് സീസറിന്റെ പേരിൽ ഒരു ക്ഷേത്രം വരെ നിർമ്മിച്ചിരുന്നു എന്ന് ചരിത്രം പറയുന്നു. അത്രത്തോളം സമ്പന്നമായിരുന്നു ആ സുവർണ കാലഘട്ടം. എന്നാൽ AD 1341 പ്രകൃതി അതിന്റെ സംഹാര താണ്ഡവം പുറത്തെടുത്തു. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇരുണ്ട കാലഘട്ടം. ദിവസങ്ങളോളം നീണ്ടുനിന്ന അതിശക്തമായ മഴയും ഭൂകമ്പവും കേരളത്തിന്റെ ഭൂമിശാസ്ത്രത്തെ തന്നെ മാറ്റിമറിച്ചു. പെരിയാർ നദി ഗതിമാറി ഒഴുകാൻ തുടങ്ങി. കൊടുങ്കാറ്റിലും മലവെള്ളപ്പാച്ചിലിലും പെട്ട് ലോകം മുഴുവൻ അടക്കി ഭരിച്ചിരുന്ന ആ മഹാ തുറമുഖ നഗരം ഒരൊറ്റ രാത്രി കൊണ്ട് ചെളിക്കടിയിലായി. അക്ഷരാർത്ഥത്തിൽ ഭൂമുഖത്ത് നിന്നും ആ നഗരം പൂർണ്ണമായും തുടച്ചു മാറ്റപ്പെട്ടു. എന്നാൽ പ്രകൃതി മറ്റൊരത്ഭുതം കൂടി അവിടെ സൃഷ്ടിച്ചു. ആ മഹാപ്രളയത്തിൽ മുസിരിസ് നശിച്ചപ്പോൾ കടലിന്റെ ഘടന മാറി വൈപ്പിൻ എന്നൊരു ദ്വീപ് രൂപപ്പെടുകയും ലോകത്തിലെ ഏറ്റവും മികച്ച പ്രകൃതിദത്ത തുറമുഖങ്ങളിലൊന്നായ കൊച്ചി ഉയർന്നുവരികയും ചെയ്തു. മുസിരിസിന്റെ പതനം കൊച്ചിയുടെ ഉദയമായിരുന്നു. പ്രളയത്തിൽ നശിച്ചതോടെ ലോക ഭൂപടത്തിൽ നിന്നും ആ പേരു തന്നെ മാഞ്ഞുപോയി. പിന്നീട് എവിടെയായിരുന്നു യഥാർത്ഥ മുസിരിസ് എന്നതായി ചരിത്രകാരന്മാർക്കിടയിലെ തർക്കം. ആ വലിയ രഹസ്യത്തിന്റെ ചുരുളറിയുന്നത് 2007 എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരിനടുത്തുള്ള പട്ടണം എന്ന ചെറിയ ഗ്രാമത്തിൽ കേരള ചരിത്ര ഗവേഷണ കൗൺസിൽ ഖനനം ആരംഭിച്ചു. മണ്ണിൽ നിന്നും അവർക്ക് ലഭിച്ചത് 2000 വർഷം പഴക്കമുള്ള റോമൻ നാണയങ്ങൾ, യവനന്മാർ ഉപയോഗിച്ചിരുന്ന ഭരണികളുടെ അവശിഷ്ടങ്ങൾ, അപൂർവ അലങ്കാര വസ്തുക്കൾ. ഒരു ഗ്രാമത്തിന്റെ അടിയിൽ പുതഞ്ഞുപോയ ആ സുവർണ നഗരത്തെ അവർ അവിടെ കണ്ടെത്തുകയായിരുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പുരാവസ്തു കണ്ടെത്തലുകളിൽ ഒന്നായി അത് മാറി. ഈജിപ്തിലെ പിരമിഡുകൾ പോലെ ലോകം മുഴുവൻ അറിയപ്പെടേണ്ട ഒരു വലിയ ചരിത്രമാണ് നമ്മുടെ സ്വന്തം മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്നത്. 1341 ആ പ്രളയം വന്നിരുന്നില്ലെങ്കിൽ ഇന്നത്തെ കേരളത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? നിങ്ങളുടെ ചിന്തകൾ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ഞെട്ടിക്കുന്ന അറിവുകൾക്കായി തെക്കിനി ഫാക്ട്സ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടിലൻ വീഡിയോയുമായി കാണാം. സൈനിങ് ഓഫ്.